എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണു. അയ്യോ, ആദ്യമേ തന്നെ ഫോട്ടോകളൊക്കെ കാണിക്കുമെന്ന് ചെടികളല്ലേ എന്നാരും വിഷമിക്കണ്ട കേട്ടോ. ചെടികളുടെ വീഡിയോ തന്നെയാണ്. മോളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോഴാട്ടോ ഫ്രെയിം ചെയ്തൊക്കെ കിട്ടിയത്. അപ്പോൾ മതിലും അതൊക്കെ വെച്ചത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. ചെടികളുടെ വീഡിയോ തന്നെയാണ്. ചെടികളുടെ വീഡിയോ ആണ് എല്ലാവർക്കും കാണാനായിട്ട് ഇഷ്ടം. അതുകൊണ്ട് ചെടികളുടെ വീഡിയോ തന്നെയാണ്. ഞാൻ ഇൻഡോറായിട്ട് വെച്ചേക്കണ കുറച്ച് ചെടികളൊക്കെയാണിത്. CC പ്ലാന്റ്, സാൻസോവരിയ, അതായത് സ്നേക്ക് പ്ലാന്റ്, ഒരു കാക്ടസ്, അങ്ങനെ കുറേ പലതരം സാൻസോവരിയൊക്കെ ഉണ്ട് കേട്ടോ. കലാത്തിയ, ഒരു ബ്രൗൺ കളർ CC പ്ലാന്റ്, അങ്ങനെയെല്ലാം. ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടു നോക്കാം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നലെ മഴ പെയ്തോ? രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ രാവിലെ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ്. മഞ്ഞൊന്നും ഇല്ല കേട്ടോ. തൃശ്ശൂർ രാവിലെ കോടയുണ്ടായിരുന്നു, സ്വപ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വപ്ന ലോകത്തിലെ സ്വപ്ന. പക്ഷെ ഇവിടെ അങ്ങനെ മഞ്ഞൊന്നുമില്ല, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്, ഒരു തരി മണ്ണ് പോലും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ചെടികൾ വളർത്താം, വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് എങ്ങനെ വളർത്താം, മണ്ണൊന്നും കിട്ടാത്തവർക്ക് നല്ല ഭംഗിയായിട്ട് ചെടികൾ വെക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണത്. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് മനസ്സിലാക്കുക. പിന്നെന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കും ഒരുവിധം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പിലത്തെ വീഡിയോയ്ക്കും ഞാൻ ഡോഗ്സിൻ്റെ ഇട്ടപ്പോൾ അതിനത്ര വ്യൂസ് കിട്ടിയിട്ടില്ല. ചെടികളാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതൊക്കെ ചെടികളാണ് ഇങ്ങനെ വെക്കാൻ പറ്റുക എന്ന് വെച്ചാൽ, അത് ആദ്യമായിട്ടുള്ള ചെടിയാണ് നമ്മുടെ മണി പ്ലാന്റ്. മണി പ്ലാന്റിന് അങ്ങനെ അധികം വെയിൽ വേണ്ട, കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും വേണ്ട. അങ്ങനെ മണി പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഞാൻ കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചു. ഇതൊക്കെ കുറേ നാളുകളായിട്ട് ഇരിക്കണതാട്ടോ. നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വളരണമെങ്കിൽ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാലേ നമ്മുടെ വീഡിയോ വേഗം തീർന്നു പോകില്ല. ഓരോ ദിവസം ഓരോ കണ്ടന്റ് കിട്ടണമല്ലോ, അതുകൊണ്ട്. പിന്നെ വെള്ളത്തിൽ വളരാൻ പറ്റും. വെള്ളത്തിലും മണ്ണിലും വളരുന്നൊരു ചെടിയാണ് മണി പ്ലാന്റും. അങ്ങനെ മണ്ണിൽ വളരും, വെള്ളത്തിലും മണ്ണിലും നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് പെനിവർട്ട്. നമ്മളെ കുട പോലെ നിൽക്കണ ഒരു ചെടിയാണ് കേട്ടോ. കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്. പക്ഷെ നല്ല വെയിൽ വേണം, എന്നാൽ മാത്രമാണ് നല്ല പച്ച കളറിൽ നിൽക്കുള്ളൂ. ഞാൻ കാണിക്കാൻ വേണ്ടി അകത്തേക്ക് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു പഴയ പൊട്ടിപ്പോയ ഉപ്പിൻ്റെ ഒരു ഭരണിയാണ് കേട്ടോ. അതിൽ ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നൊരു ചെടി നമ്മുടെ സിങ്കോണിയം. ഈ സിങ്കോണിയം കുറേ നാളായിട്ടോ ഇതിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിൽ കണ്ടോ, ഇതിന് നല്ല വേരൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇത് സിങ്കോണിയമാണ്. ഇതിന് പല വെറൈറ്റി കളറുകളുണ്ട്. എൻ്റെ കയ്യിൽ വേറെ കളറും ഉണ്ട്. അങ്ങനെ അതെല്ലാം നമുക്ക് വെള്ളത്തിലും മണ്ണിലും വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. ഇതും കുറേ നാളായിട്ട് നിൽക്കണം. പക്ഷെ അധികം തൈകളൊന്നും വന്നിട്ടില്ല, എങ്കിലും കുഴപ്പമൊന്നും. ഇതൊരു കപ്പിലാണ് വെച്ചേക്കുന്നത്. ഒരു ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയപ്പോൾ നമ്മുടെ ചായ കുടിക്കുന്ന കപ്പിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അഗ്ലോണിമ അങ്ങനെ വളരെയധികം വളരെയൊന്നുമില്ല, എങ്കിലും കുറേ നാളൊക്കെ അങ്ങനെ നിൽക്കും കേട്ടോ. കണ്ടോ, വേരൊക്കെ വന്നേക്കണം കേട്ടോ. ഇതിന് എല്ലാ അഗ്ലോണിമ വെറൈറ്റികളും അങ്ങനെ വെള്ളത്തിൽ വളരും കേട്ടോ. ഇനി വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് വേണമെങ്കിൽ നടുകയും ചെയ്യാം, അല്ല ഇങ്ങനെ തന്നെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുകയും ചെയ്യാം. ഇതും ഒരു സിങ്കോണിയമാണ്. ഇതും കുറേ നാളായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതൊരു നമ്മുടെ പഴയൊരു കുപ്പി, നമ്മളെ ജാറ് അടപ്പ് പൊട്ടിപ്പോയപ്പോൾ അതിൽ വെച്ചേക്കണം സിങ്കോണി. ഇത് കണ്ടോ, നല്ലോണം തൈകളൊക്കെ വന്ന് വളർന്നിങ്ങനെ തൂങ്ങി കിടന്ന കേട്ടോ. അത് വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ നിൽക്കുമ്പോഴൊരു ഭംഗി കാണാനായിട്ട് കണ്ടോ, നല്ല ഭംഗിയുള്ള ഇലയൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാം കേട്ടോ. കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാം. പിന്നെ നമ്മുടെ എന്താ പറയുക, ലക്കി ബാമ്പു. അത് പിന്നെ എപ്പോഴും കണ്ടു. ഇതൊരു പച്ച കളറാട്ടോ. ഇതിൻ്റെ ഇല ഫുൾ പച്ചയാണ്. ഇതിൻ്റെ ഇലയിൽ ഒരു മഞ്ഞ ഷെയ്ഡ്. അകത്ത് വെക്കുമ്പോൾ കൂടുതൽ പച്ച കളറായിട്ട് വരും കേട്ടോ. പക്ഷെ ഇത് പച്ച തന്നെയാണ്. പുറത്ത് വെച്ചാലും അകത്ത് വെച്ചാലും പച്ചയായിട്ട് തന്നെ നിൽക്കണം കേട്ടോ. ഇതിനുള്ളൊരു മഞ്ഞ ഷെയ്ഡും കൂടെ വരും ഇങ്ങനെ സൈഡിൽ. ഇത് നല്ല അകത്ത് വെക്കുമ്പോൾ കളർ മാറും, വെയിൽ കൊള്ളുമ്പോൾ വേറെ കളറാവും കേട്ടോ. ഇതും അതെ, കുറേ നാളുകളായി നിൽക്കണം, കുഴപ്പമൊന്നുമില്ല. ഇത് മണ്ണിലും വെക്കാം. ലക്കി ബാമ്പു ആണ്. നമുക്ക് ഭാഗ്യം വരുന്നൊക്കെ പറയണോ, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വെച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു ഭാഗ്യം വന്നിട്ടില്ല കേട്ടോ. നിർഭാഗ്യങ്ങളാണ് കൂടുതൽ വരാറ്. പക്ഷെ അതിനെ ഞാനൊരു പോസിറ്റീവായിട്ട് കാണുക കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ എന്താ പറയുക, ഇതിനെന്താ പറയുക, അയ്യോ പേര് മറന്നുവല്ലോ. ഇങ്ങനെ ഞാൻ പണ്ട് ഈ ഇലയ്ക്ക് കേട് വന്ന ഇലയാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചെടിയാണ്. ഇതൊരു മണി പ്ലാന്റ് പോലത്തെ തന്നെ ചെടിയാണ്. ഡെബിൾസ് അങ്ങനെ ഡെബിൾ അല്ലല്ലോ, അങ്ങനെ എന്തോ ഒരു പേരാണ് അതിന്. എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി, സോറി. പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഞാൻ പെട്ടെന്ന് കിട്ടണില്ല പേര്. ഇത് ഞാൻ അങ്ങനെ ഒരു നഴ്സറിയിൽ നിന്ന് 75 രൂപയ്ക്ക് ഒരു ചെറുത് വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് പടർത്തി മുകളിലേക്ക് കയറ്റാം. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്റ്റിക്ക് കുത്തിയിട്ട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. മതിലുമ്മലേക്കൊക്കെ കയറ്റാം. ഇതും ദേ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇത് വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. നല്ല വലിയ ഇലകളൊക്കെ ആക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. ഇതുകൂടാതെ വേറെയും കുറേ ചെടികൾ നമുക്ക് വെള്ളത്തിൽ വളർത്താൻ സാധിക്കും. ഇതൊക്കെയാണ്. പിന്നെ വെള്ളത്തിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളം
ഇടയ്ക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുക് മുട്ടയിടും. ഇവിടെ ആണെങ്കിൽ നല്ല കൊതുകിന്റെ ശല്യമാണ്. കൊച്ചിയല്ല എവിടെയായാലും കൊതുക് മുട്ടയിടും വെള്ളത്തില്. കാരണം കൊതുക് മുട്ടയിലെന്ന് വെള്ളത്തിലാണല്ലോ മുട്ടയിടുക. അതുകൊണ്ട് അപ്പൊ അത് മുട്ടയിട്ടിട്ട് കൂത്താടികൾ ഉണ്ടായിട്ട് കൊതുകായി നമ്മളെ കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വെള്ളം 2 ദിവസം കൂടുമ്പോൾ എന്തായാലും മാറ്റണം. ഞാൻ ഒന്നരാടം മാറ്റി നോക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ കുറെ വെള്ളം ആക്കി വെക്കില്ല, ഇത്രയ്ക്കേ ഞാൻ ആക്കി വെക്കുള്ളൂ. ഇങ്ങനെ മുകളിൽ വരെ വരുമ്പോഴാണ് കൊതുകിന് മുട്ടയിടാനൊരു ഇഷ്ടം കൂടുക. അതുകൊണ്ട് ഞാൻ ഇത്ര വരെ വെള്ളമേ വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് വെള്ളം നമ്മൾ ഇടയ്ക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ കൊതുക് മുട്ടയിടും. കൊതുക് മുട്ടയിടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം പെട്ടെന്ന് മാറ്റുമൊന്നും വേണ്ട കേട്ടോ. കൊതുകിനെ പേടിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ചെടികളൊക്കെ. നിങ്ങൾക്ക് അധികം സ്ഥലമില്ല, നിങ്ങൾക്ക് മണ്ണില്ലെങ്കിൽ ഇതുപോലെയൊക്കെ കട്ടിങ്സ് കിട്ടുമ്പോൾ വെള്ളത്തിൽ വളർത്താം. നമ്മൾ അടുക്കളയിലൊക്കെ വെക്കാം. ഇങ്ങനെ വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. ഭയങ്കര ചൂട്, ഞാൻ വേർത്ത് മുങ്ങണം. ഫാൻ ഓഫ് ചെയ്തു, മൈക്ക് വെച്ചാൽ ഒരു ശബ്ദം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ, അതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കുറെ നാളെ അകത്ത് വെച്ച് വീഡിയോ ഒന്നും എടുക്കാറില്ല കേട്ടോ. അതിനുള്ള സാഹചര്യം എനിക്ക് കിട്ടുന്നില്ല ഇപ്പൊ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ചെടികളൊക്കെ വെച്ച് വീട് ഭംഗിയാക്കുക. ചെടികളെ സ്നേഹിക്കുക കേട്ടോ. എല്ലാവരും സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.